ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ചാപ്റ്റർ 3 ലോസ് ഓഫ് മോഷൻ്റെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓഫ് എ 1000 kg കാർ അറ്റ് റെസ്റ്റ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 1000 kg കാറാണ്. അപ്പോൾ ആ കാറ് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റം എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാർ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ മാസ് തന്നിട്ടുണ്ട് 1000 kg. അപ്പോൾ മൊമെൻറ്റം കണക്കാക്കേണ്ടത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പം 1000 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഈ കാറ് റെസ്റ്റിലായതുകൊണ്ട് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 kg മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെൻറ്റം. Question, a force of 20 Newton acts on a body of mass 4 kg. What is the acceleration produced? അപ്പോൾ നമ്മളൊരു 4 kg മാസ് ഉള്ള ബോഡീൻ്റെ മേലെ 20 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയാണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് എത്ര ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു? 20 ന്യൂട്ടൺ, മാസ് 4 kg. അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ, അതായത് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പം ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് എന്ന് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 20 ഡിവൈഡ് ബൈ 4. അപ്പം ഈ 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ആക്സലറേഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ക്വസ്റ്റ്യൻ, ഇഫ് ആക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു റിയാക്ഷൻ, ഹൗ ക്യാൻ എനിത്തിങ് എവർ മൂവ്? അതായത് ഈ ആക്ഷൻ ഫോഴ്സിന് ഈക്വലായിട്ട് റിയാക്ഷൻ ഫോഴ്സസും എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അപ്പോൾ ഈ പറയുന്ന ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസിൻ്റെ പെയർ എന്ന് പറയുന്നത് രണ്ടും ഒരേ ഒബ്ജക്റ്റിലല്ല ആക്ട് ചെയ്യുന്നത്, വേറെ വേറെ ഒബ്ജക്ട്സിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം വേറെ വേറെ ഒബ്ജക്ട്സിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒബ്ജക്ട്സുകൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളിപ്പം നടക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ടിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് നമുക്കൊരു ഫോർവേഡ് പുഷും കൂടി തരുന്നുണ്ട്. നമ്മളെ മുൻപിലോട്ടും ഗ്രൗണ്ട് തള്ളുന്നുണ്ട്, നമ്മളതുപോലെ ഗ്രൗണ്ടിനെ ബാക്കിലോട്ടും തള്ളുന്നുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ ഫോഴ്സ്, അതായത് ഗ്രൗണ്ട് നമ്മളെ മുൻപിലോട്ട് തള്ളുന്ന ഈ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സുകളും ഒരിക്കലും ക്യാൻസൽ ഔട്ട് ആവില്ല. ക്യാൻസൽ ഔട്ട് ആവില്ല എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സുകളും ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ഡിഫറെൻ്റ് ഒബ്ജക്ട്സിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ആവില്ല. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ, 2 balls of the same size but different masses, one of the rubber and one of iron, are dropped from the same height. Which one will be harder to stop? ഒരു റബ്ബർ ബോൾ ഉണ്ട്, ഒരു അയൺ ബോളും ഉണ്ട്. നമുക്കറിയാം രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള മാസുകളായിരിക്കും. പക്ഷെ ഇവർ രണ്ടാളും സെയിം സൈസാണ്. രണ്ട് ബോളിനെയും ഒരേ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ബോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ കഷ്ടം, അല്ലെങ്കിൽ ഏത് ബോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് കൂടുതൽ ഫോഴ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? അതായത് രണ്ട് ബോളും താഴത്തേക്ക് വീഴുന്നതിൻ്റെ കാരണം ഗ്രാവിറ്റിയാണ്. അപ്പോൾ രണ്ടുപേരുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ മൊമെൻറ്റത്തിന് ഇവിടെ വ്യത്യാസം വരും. കാരണം നമുക്കറിയാം മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, അയൺ ബോളിൻ്റെ. അപ്പോൾ മറ്റതിൻ്റെ കുറവുമാണ്, റബ്ബർ ബോളാണ്. അപ്പോൾ ഇവിടെ മൊമെൻറ്റത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് വെലോസിറ്റി ഇവിടെ രണ്ടുപേർക്കും സെയിം ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് മൊമെൻറ്റം എന്ന് പറയുന്നതും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇവിടെ അയൺ ബോളിന് കൂടുതൽ മാസ് ഉള്ളത് കാരണം അതിനായിരിക്കും കൂടുതൽ മൊമെൻറ്റം ഉണ്ടാകുന്നത്.
അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോളിനെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? mv/t എന്ന് കിട്ടി. ഇതിൽ മൊമെൻറ്റം അയൺ ബോളിനാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമുക്ക് കൂടുതൽ ഫോഴ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നതും ആർക്കാണ്? അയൺ ബോളിന് തന്നെയാണ് വരുന്നത്. Question: A boy of mass 40 kg is running with a velocity of 5 meter per second. He jumps onto a stationary cart of mass 10 kg. What is the velocity of the boy and cart together? അപ്പോൾ ഇനീഷ്യലി ആളുടെ വെലോസിറ്റി തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡിന്, മാസ് തന്നിട്ടുണ്ട് 40 kg. ദെൻ ഒരു 10 kg മാസുള്ള സ്റ്റേഷനറി കാർട്ടിൽ ജമ്പ് ചെയ്തതിന് ശേഷം ഈ ആളും ഈ ബോയും സ്റ്റേഷനറി കാർട്ടും രണ്ടും കൂടെയുള്ള വെലോസിറ്റി എത്രയാണ്? അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ വെലോസിറ്റി ഉണ്ട്, മാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആളുടെ ഇനീഷ്യൽ മൊമെൻറ്റം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് 40 × 5 200 kg മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആളുടെ ഇനീഷ്യലി ഉള്ള മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബോയും കാർട്ടും രണ്ടും കൂടെ ഉള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ മാസ് നമ്മൾ കാണണം. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 40 + 10 ദാറ്റ് ഈസ് 50 kg. അപ്പോൾ നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത് എന്താണ്? ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം എന്നാണല്ലേ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 200 kg ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഫൈനൽ മൊമെൻറ്റം സമയത്ത് ബോയിൻ്റെയും അതുപോലെ തന്നെ കാർട്ടിൻ്റെയും മാസ് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ 50 kg ഇൻറ്റു വെലോസിറ്റി. അങ്ങനെ വരുമ്പോൾ 200 = 50 ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി കിട്ടുന്നത് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ആ ബോയും കാർട്ടിൻ്റെയും രണ്ടിൻ്റെയും ഒരുമിച്ചുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: How is the unit of force the Newton defined? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഒരു ന്യൂട്ടനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ന്യൂട്ടനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ, ഒരു kg മാസ് ഉള്ള ഒരു ബോഡിക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എഴുതാം എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസ് 1 kg, ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ എന്നാണ്. Question: A car traveling at 20 meter per second stops in 5 seconds. If the mass of the car is 800 kg, what is the braking force? ഓക്കെ, അപ്പോൾ കാറിൻ്റെ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡിന് ശേഷം ഈ കാർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാറിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ബ്രേക്കിംഗ് ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡിന് ശേഷം അത് എന്താണ്? സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഉള്ള വെലോസിറ്റി v എന്ന് പറയുന്നത് 0 ആണ്. ഇനി മാസ് 800 ആണ്. ഒരു 5 സെക്കൻഡിൻ്റെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം = 5 സെക്കൻഡ്. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ. അങ്ങനെ വരുമ്പോൾ -0 - 20 / 5 ദാറ്റ് ഈസ് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ വരുന്നത്. ഇനി നമുക്ക് ഫോഴ്സിൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 800 × -4 എന്ന് പറയുമ്പോൾ -3200 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫോഴ്സ് -3200 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇത് വെഹിക്കിളുടെ മൂവ്മെൻറ്റ് ബലമായിട്ട് കിട്ടിയ ഫോഴ്സാണ്. അപ്പോൾ ഇത് നിർത്താൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് +3200 ന്യൂട്ടൺ ആണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കാറ് സ്റ്റോപ്പ് ആവുന്നത്. Question: Why should people run in a zigzag manner to escape from an elephant attack?
അപ്പോൾ എലിഫൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ സിഗ്സാഗ് രീതിയിൽ ഓടുന്നത്? അപ്പോൾ എലിഫൻ്റ് എന്ന് പറയുന്നതിന് ലാർജർ മാസ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം മാസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനേർഷ്യ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഇനേർഷ്യ. അപ്പോൾ ലാർജർ മാസ് ആണെന്നുണ്ടെങ്കിൽ ലാർജർ ഇനേർഷ്യ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജർ ഇനേർഷ്യ ആയതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി ലെസ് മാസ്സാണ്, സോ ലെസ് ഇനേർഷ്യ ഓഫ് മോഷൻ. നമുക്ക് പെട്ടെന്ന് ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്ത് ഓടാനായിട്ട് സാധിക്കും. പക്ഷേ ആനയ്ക്ക് ഈ പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ച് നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. Subscribe to this channel for more videos like this. Question: Can an object have momentum without having an energy? അതായത് ഒരു ഒബ്ജക്റ്റിന് എനർജി ഇല്ലാതെ മൊമെൻറ്റം മാത്രം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനും മൊമെൻറ്റം ഉണ്ട്, എനർജി ഉണ്ടാവില്ല എന്നുള്ളൊരു സ്റ്റേറ്റ് ഇല്ല. അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി, അതായത് എം ഇൻറ്റു വി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മൊമെൻറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി നോൺ സീറോയാണ്. അപ്പോൾ എന്തും കൂടി ഉണ്ടാവും? കൈനറ്റിക് എനർജി കൂടി ഉണ്ടാവും. ഇനി എപ്പോഴാണ് മൊമെൻറ്റം ഇല്ലാതിരിക്കുന്നത്? വെലോസിറ്റീൻ്റെ വാല്യൂ, അതായത് v = 0 ആകുമ്പോൾ. v = 0 ആകുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിയും 0 ആയി, മൊമെൻറ്റവും 0 ആയി. അപ്പോൾ വെലോസിറ്റി നോൺ സീറോ ആയിരിക്കുന്നിടത്തോളം കാലം മൊമെൻറ്റവും ഉണ്ടാവും, കൈനറ്റിക് എനർജിയും ഉണ്ടാവും. Question: Explain why a long jumper runs for some distance before jumping. അതായത് ലോങ് ജമ്പ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഡിസ്റ്റൻസ് ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലോങ് ജമ്പ് ചെയ്യുന്നതിന് മുൻപ് റൺ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മൊമെൻറ്റം ഗെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ? ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ റൺ ചെയ്താൽ സംഭവിക്കുന്നത് വെച്ചാൽ വെലോസിറ്റി ഇവിടെ ഇൻക്രീസ് ആവും. വെലോസിറ്റി ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ മൊമെൻറ്റം കൈനറ്റിക് എനർജിയും കിട്ടും. അപ്പോൾ കൂടുതൽ മൊമെൻറ്റം കൈനറ്റിക് എനർജി കിട്ടുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്നും വലുതായി പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് കൂടുതൽ മുൻപോട്ട് ചാടാനായിട്ട് സഹായിക്കുന്നത്. Question: A force acts on an object for 0.1 second and changes its momentum by 5 kg/s. What is the magnitude of the force? അതായത് നമ്മൾക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന് മേലെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അപ്പം ഗിവൺ ഡാറ്റാസ് എല്ലാം എടുത്തെഴുതി. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഫോഴ്സ് കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈം എന്ന് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് മേലെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നതാണ് 50 ന്യൂട്ടൺ എന്നാണ്. Question: What physical quantity corresponds to the rate of change of momentum? അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. Question: If a body is at rest, can it have a force acting on it? അതായത് ഒരു ബോഡി റെസ്റ്റ് പൊസിഷനിലാണുണ്ടെങ്കിൽ പോലും അതിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റ് പൊസിഷനിലാണെങ്കിൽ കൂടി അതിൻ്റെ മേലെ ഫോഴ്സസ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ഫോഴ്സസ് ആണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? 0 ആണ്. കാരണം രണ്ട് ഭാഗത്തു നിന്നും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? ആക്സിലറേഷൻ ഇവിടെ 0 ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിളിൻ്റെ മേലെ ബുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഗ്രാവിറ്റി ബുക്കിനെ പുൾ ഡൗൺ ചെയ്യും, പക്ഷെ ടേബിൾ അതിനെ മുകളിലേക്ക് ഒരു പുഷ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.